പണിപ്പുര ടാസ്കിൽ വൈൽഡ് കാർഡുകൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഒരവസരം കൊടുത്തിരിക്കുകയാണ് വീട്ടിലെ 16 അംഗങ്ങൾക്കും. വൈൽഡ് കാർഡുകൾ പണി മേടിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈൽഡ് കാർഡുകൾ 5 പേരും പണിപ്പുരയിലേക്ക് കടക്കണം. അത് 30 സെക്കൻഡാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഈ 30 സെക്കൻഡിനുള്ളിൽ 5 പേരും കടന്നിരിക്കണം. ആരും തന്നെ കടക്കാതിരിക്കരുത്, എല്ലാവരും കടക്കണം എന്നുള്ളതാണ് ടാസ്ക്. എന്നാൽ അവനവൻ്റെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പണിപ്പുര ഒരു ചെറിയ റൂമാണെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അത് പെട്ടെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ജിഷിൻ്റെ കാര്യത്തിൽ ഒന്ന് പണി പാളിയിരിക്കുകയാണ്. ജിഷിൻ കടന്നു എടുത്തു, പക്ഷെ അത് ലക്ഷ്മിയുടെ ഡ്രസ്സായിരുന്നു എടുത്തത്. അവനവൻ്റേത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അവളുടെ എഫേർട്ട് കൂടി ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് ജിഷിനോട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട് അതിനുള്ളിൽ കയറി എടുത്താൽ പോരെ, ആരതായാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ബിഗ് ബോസ് പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ലക്ഷ്മി പണിപ്പുരയിലേക്ക് കടന്നെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ ഇറങ്ങി. ലക്ഷ്മി ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജിഷിൻ്റെ കാര്യത്തിൽ കുറച്ച് ടൈം വേസ്റ്റായി, അതുകൊണ്ട് തന്നെ അവർക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രവീണും പിന്നെ മറ്റു കുടുംബാംഗങ്ങളും വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവിടുന്ന് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ച് പോയതല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. മസ്താനിയും പ്രവീണും സാബു എല്ലാം കറക്റ്റ് ടൈമിൽ സാധനങ്ങളെല്ലാം എടുത്തു. പക്ഷേ ജിഷിൻ്റെ കാര്യത്തിൽ ഒന്ന് ഫ്ലോപ്പായെങ്കിലും സാധനം എടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ മറ്റു വീട്ടുകാരെല്ലാം ഇവരോട് കൂടി വഴക്ക് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. പ്രവീൺ പറയുന്നുണ്ട് ടാസ്ക് ലെറ്റർ ശരിക്കും വായിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വീട്ടിലെ മറ്റ് അംഗങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഒരു ഒത്തൊരുമയില്ലാത്ത വൈൽഡ് കാർഡുകളാണ്. ശരിയാണ്, ഇപ്രാവശ്യത്തെ വൈൽഡ് കാർഡുകൾ ഒരു ഒത്തൊരുമയില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. വൈൽഡ് കാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ് അടി നടക്കുകയാണ്. ഇവർക്ക് കൂട്ടായി നെവിനുമുണ്ട്. നെവിൻ ഇപ്പോൾ ഷാനവാസും അക്ബറുമായി ഒരു ഉടക്കിലാണ്. അതുകൊണ്ട് തന്നെ നെവിൻ ഇപ്പോൾ ഇവരുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസ് എല്ലാതും ക്യാപ്റ്റനോടാണല്ലോ ചോദിക്കുക. അപ്പോൾ നെവിനാണെല്ലാം തീരുമാനിക്കുന്നത്. നന്നായി ചെയ്തു എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. എന്തായാലും സാധനങ്ങളെല്ലാമായി അകത്തേക്ക് വരാൻ പറയുന്നുണ്ട് ബിഗ് ബോസ്. ഇതിൻ്റെ പേരിൽ നല്ലൊരു പണി കിട്ടാനും ചാൻസ് ഉണ്ട്. 2 പേർക്കും വീട്ടിലെ അംഗങ്ങൾക്കും വൈൽഡ് കാർഡിനും നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല അടി നടക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ലൈവിൽ കണ്ട് തന്നെ അറിയാം എന്തൊക്കെയാകുമെന്ന്.